ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീതമായി അവതരിപ്പിച്ച് മണക്കാല ഗോപാലകൃഷ്ണൻ. മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന ഖണ്ഡകാവ്യം ശാസ്ത്രീയ സംഗീതമായി പെയ്തിറങ്ങിയപ്പോൾ സദസ്സ് ആനന്ദപുളകിതമായി. ആലുവ ടാസാലിലാണ് സംഗീതജ്ഞൻ മണക്കാല ഗോപാലകൃഷ്ണൻ പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീതമായി അവതരിപ്പിച്ചത്. സാമൂഹിക തിന്മകൾക്കെതിരെയും സ്നേഹത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയുമുള്ള ഇത്തരം കവിതകൾ മലയാളിയുടെ ചുണ്ടിൽ നിന്നും തത്തിക്കളിക്കേണ്ടതുണ്ടെന്ന് പ്രേമ സംഗീതാലാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പണ്ട് പഠിക്കുമ്പോൾ കാണാതെ പഠിച്ചതാണെങ്കിൽ ഈ 4 വരികൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ വരികളാണ്. നമുക്കറിയാം, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മനുഷ്യൻ തമ്മിൽ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ, മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ, ശത്രുക്കളാക്കാൻ, പരസ്പരം പോരടിപ്പിക്കാൻ വേണ്ടി വലിയ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനെയും ചേർത്ത് ഒന്നാക്കുന്ന പ്രേമമാണ്, അതാണ് ഏറ്റവും പ്രധാന എന്നുള്ള സന്ദേശം, സ്നേഹമാണ് എന്നുള്ള സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. ലോകത്തെല്ലാം സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. നിരപരാധികളായ മനുഷ്യർ പാർക്കുന്ന കുടിലുകൾക്ക് മീതെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് മീതെ, പാവങ്ങൾ കിടക്കുന്ന ആശുപത്രികൾക്ക് മീതെ ബോംബുകൾ വർഷിച്ച് യുദ്ധത്തിൻ്റെ കെടുതികൾക്ക് കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ വിരകളാകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ വഴിയിലുപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ച് ഒരു സ്ഥലത്ത് നിന്നും ജീവൻ രക്ഷിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം നടത്തുന്നു. ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ ഉള്ളൂരിനെ പോലെയുള്ള കവികളുടെ കവിതകൾ പുതിയ തലമുറയിലേക്ക് കൂടുതലായി പതിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ടാസ്ക് പ്രസിഡന്റ് എസ് പ്രേംകുമാർ അധ്യക്ഷത വെച്ചു. അൻവർ സാദത്ത് MLA, നഗരസഭാ ചെയർമാൻ എം ജോൺ, നഗരസഭാംഗം ശ്രീലത രാധാകൃഷ്ണൻ, ടാസ്ക് സെക്രട്ടറി KG മാരാർ, ഭരണസമിതി അംഗങ്ങളായ ബേബി കരുവലിൽ, KV രാജീവ്, KG മണികണ്ഠൻ, സദാനന്ദൻ പാറാശ്ശേരി, ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, സാമുവൽ തോമസ് എന്നിവർ സംസാരിച്ചു. ഖണ്ഡകാവ്യം 12 രാഗങ്ങളിലാക്കിയാണ് ആലപിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ.